ഹായ് ഓൾ, ഗുഡ് ഡേ. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ്, അപ്പോൾ അതിൽ മെമ്മറി ആയിരുന്നു നമ്മൾ കവർ ചെയ്തിരുന്ന. കൊഗ്നിറ്റീവ് പ്രോസസ്സസിൽ മെമ്മറിയിലെ ഒരു സബ് പാർട്ടായിട്ട് വരുന്നതാണ് ഇൻ്റലിജൻസ്. അപ്പോൾ മൂവിങ് ഓൺ ടു ദ ഡെഫിനിഷൻ ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ വി ഹാവ് ഗോട്ട് മെനി ഡെഫിനിഷൻസ് ഓഫ് ഇൻ്റലിജൻസ്. അതിൽ പലതുണ്ട്. സ്റ്റാൻഫോർഡ് ബിനെറ്റിൻ്റെ, ടേർമൻ അല്ലെങ്കിൽ തോണ്ടിക്കിൻ്റെ, എഡ്വേർഡ് ലീ തോണ്ടിക്ക് നമ്മൾ പഠിച്ചാണ്. ഇവരുടെയൊക്കെ ഡെഫിനിഷനുകളുണ്ട് പലതായിട്ട്. അപ്പോൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ മേജർ ഡെഫിനിഷൻസ് ഓഫ് ഇൻ്റലിജൻസ് ടുഡേ. ഓക്കെ. Intelligence means the capacity to judge well, to reason well, and to comprehend well. That's the definition given by Stanford Binet in 1960. Then intelligence means the ability to think in terms of abstract ideas. Then അടുത്ത definition പറയുന്നു, intelligence means power of good response from the point of view of truth or fact. Then again, intelligence means the aggregate or global capacity of the individual to act purposefully, to think rationally, and to deal effectively with his environment. നമുക്ക് ഇപ്പോൾ ഈ ഡെഫിനിഷനുകളിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ കുറേയേറെ പോയിന്റ്സ് നമുക്ക് ഇവിടെ കിട്ടും. ഇറ്റ്സ് എ കപ്പാസിറ്റി, ഇറ്റ്സ് എ കൊഗ്നിറ്റീവ് കപ്പാസിറ്റി, അല്ല ഇറ്റ്സ് എ മെൻ്റൽ കപ്പാസിറ്റി. Then the ability to think in terms of abstract ideas. Then again പറയുന്നു, it's a good response from the point of view, നമ്മളുടെ ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ട്, അല്ലെ പവർ ഓഫ് ഗുഡ് റെസ്പോൺസിന് വേണ്ടി. അതാണ് ശരിക്കും ഇൻ്റലിജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് തോണ്ടിക്ക് പറയുന്നു. ഇൻ്റലിജൻസ് മീൻസ് എ പവർ ഓഫ് ഗുഡ് റെസ്പോൺസ്. ഓക്കെ. ദെൻ ഇൻ്റലിജൻസ് മീൻസ് എ അഗ്രഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് അവർ ഇൻഡിവിജ്വൽസ് ടു ആക്ട് പർപ്പസ്ഫുള്ളി. അതായത് എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനനുസരിച്ച്, വി നോ എൻവയോൺമെൻറ്റ് ഈസ് ഡൈനാമിക്, അല്ലേ? നമ്മുടെ സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എപ്പോഴും എവർ ചേഞ്ചിങ് ആണ്. ആ എവർ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ വി നീഡ് ടു കോപ്പ് അപ്പ് വിത്ത് മെനി തിങ്സ്, മെനി സിറ്റുവേഷണൽ ഡിമാൻഡ്സ്, റൈറ്റ്? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, ഹൗ മച്ച് വി ക്യാൻ ഡു അബ്സ്ട്രാക്ട് തിങ്കിങ്, ഓർ ഹൗ മച്ച് വി ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ദ എൻവയോൺമെൻറ്റൽ നീഡ്സ് ഓർ ഡിമാൻഡ്സ്, ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്കൊന്ന് കട്ട് ഷോർട്ട് ചെയ്തൊരു പറയാം. ഇറ്റ്സ് എ ജനറൽ മെൻ്റൽ എബിലിറ്റി ടു ലേൺ. എന്തിനാണ് ലേൺ ചെയ്യുന്നത്? ടു അഡാപ്റ്റ് വിത്ത് ദ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, അല്ലെ എൻവയോൺമെൻറ്റൽ നീഡ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഡിമാൻഡ്സ്. ഓക്കെ. ദ പവർ ഓഫ് അഡാപ്റ്റേഷൻ ഓർ അഡ്ജസ്റ്റ്മെൻറ്റ് ടു ദ എൻവയോൺമെൻറ്റ് പറയുന്നു. അഡാപ്റ്റേഷൻ അല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ടു ദ എൻവയോൺമെൻറ്റ്, അതിനുള്ള നമ്മളുടെ ഒരു എബിലിറ്റി ഓഫ് പവർ. ദെൻ ദ എബിലിറ്റി ടു ക്യാരി ഓൺ അബ്സ്ട്രാക്ട് തിങ്കിങ്, നമ്മളിവിടെ മെൻഷൻ ചെയ്തു. അബ്സ്ട്രാക്ട് തിങ്കിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അഡാപ്റ്റ് വിത്ത് ദ സിറ്റുവേഷണൽ ഡിമാൻഡ്സ്. ഓക്കെ, ഫൈൻ. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റലിജൻസിലേക്ക് പോവുകയാണ്. ഡയറക്റ്റ്ലി മൂവ് ഓൺ ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻ്റലിജൻസ്. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റിസർച്ചസ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ കൂടുതൽ എൻക്വയറീസ് നടത്തിയിട്ടുള്ള ഒരാൾ എഡ്വേർഡ് ലീ തോണ്ടിക്കാണ്. നമ്മൾ പറഞ്ഞിരുന്നു തോണ്ടിക്കിനെ പറ്റിയിട്ട്. അപ്പോൾ അദ്ദേഹം ഇൻ്റലിജൻസിനെ മേജർ ഒരു 3 സബ് കാറ്റഗറീസിൽ പെടുത്തിയിട്ടുണ്ട്. അത് ഒന്നാമത്തെ കോൺക്രീറ്റ് ഓർ മെക്കാനിക്കൽ ഇൻ്റലിജൻസ് ആണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കൊഗ്നിറ്റീവ് പാർട്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കോൺക്രീറ്റ് ആയിട്ടുള്ള ഇവൻസിനെ പറ്റിയിട്ടും. ഓക്കെ. രണ്ടാമത്തെ അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ അബ്സ്ട്രാക്ട് തിങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് സിമ്പിൾസിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് നമ്മൾ എങ്ങനെ അതിനെ ഒരു മീനിങ് കൊടുത്ത് ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നു, അതെല്ലാം അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസിൽ വരുന്നതാണ്. അതെന്താ സോഷ്യൽ ഇൻ്റലിജൻസ്, ഹൗ മച്ച് വി ക്യാൻ അഡാപ്റ്റ് വിത്ത് ദ സോഷ്യൽ ഇവൻറ്റ്സ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഇഫക്റ്റീവ്ലി വി ക്യാൻ ഡീൽ വിത്ത് ദ സോഷ്യൽ സർക്കംസ്റ്റൻസസ് എന്നുള്ള കാര്യങ്ങളെല്ലാം സോഷ്യൽ ഇൻ്റലിജൻസിലാണ് വരുന്നത്. ഓക്കെ, ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. Concrete or mechanical intelligence. This intelligence the intelligence that related to the concrete materials of the environment. Then it is the ability of an individual to comprehend actual situations and to react to them adequately. Okay, clear ആയി. നമ്മളിവിടെ കോൺക്രീറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന, കേൾക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഇവൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിമുലസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആണ് ഇവിടെ കോൺക്രീറ്റ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ ഡെയിലി ഇവൻറ്റ്സിൽ കോൺക്രീറ്റ് ഇവൻറ്റ്സിനനുസരിച്ച് വി നീഡ് ടു ടേക്ക് എ സ്റ്റാൻസ്, അല്ലേ? വി നീഡ് ടു റെസ്പോണ്ട്. അതിനുള്ള ഇൻ്റലിജൻസ് ആണ് കോൺക്രീറ്റ് ഓർ മെക്കാനിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ദ അബ്സ്ട്രാക്റ്റ് ഇൻ്റലിജൻസ്, the ability to respond to words, numbers, formulas, diagram and letters. ഇവിടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. വെർബൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് നമുക്ക് സിമ്പിൾസ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, നമ്പേഴ്സ്, ഇങ്ങനെയുള്ള ഫോർമുലാസ് ഒക്കെ ഉണ്ട്, അല്ലേ? അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്സ്ട്രാക്ട് റീസണിങ് വേണം. ആ അബ്സ്ട്രാക്ട് റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് ആണ് അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ് എന്ന്. ഇറ്റ്സ് ആബ്സെൻ്റ് ഇൻ അനിമൽസ്, അല്ലേ? അവർക്ക് ആനിമലിന് ഇക്വേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? സിമ്പിൾസ് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മൾ കൊടുക്കുന്ന സിമ്പിൾസ്.
Okay, fine. An abstractly intelligent person is able to discover relations among symbols and to solve various problems with the help of such aids. Okay, clear ആയോ സംഭവം? ഇതിൻ്റെ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ആബ്സെൻറ്റ് ഇൻ അനിമൽസ്. അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള, അബ്സ്ട്രാക്ട് റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് ആണ് അബ്സ്ട്രാക്ട് ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ. ദെൻ സോഷ്യൽ ഇൻ്റലിജൻസ് വി മെൻഷൻഡ് ഏർലിയർ. സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻ്റലിജൻസ് വേർ വി ക്യാൻ റെസ്പോണ്ട് to the social or societal events. അതിനോട് നമുക്ക് ചെയ്യാൻ പറ്റും. The ability of an individual to react to social situations of his own her daily life. നമുക്കറിയാം സൊസൈറ്റി ഈസ് എവർ ചേഞ്ചിങ്, സൊസൈറ്റി ഈസ് ഡൈനമിക് അല്ലേ? അതിനനുസരിച്ചിട്ടുള്ള സൊസൈറ്റൽ നീഡ്സ് ഉണ്ട് ഫോർ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ. അതിനനുസരിച്ച് എത്രമാത്രം ഈ വ്യക്തി അഡാപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് അയാളുടെ സർവൈവൽ തീരുമാനിക്കപ്പെടുന്നത്, അല്ലെ? അയാളുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഡെവലപ്മെൻറ്റ് സൈക്കോളജി നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ സമയത്തുള്ള ഇൻ്റലിജൻസ്, സൊസൈറ്റൽ ഡീലിങ്സിന് വേണ്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് ആണ് സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. possessed by those people who are able to handle people well and also have the ability to make friends easily and understand human relations. ഇപ്പോൾ ഒരു വൺ ഓഫ് ദ മേജർ കമ്പോണൻ്റ് ആണ് എത്രമാത്രം ഇഫക്റ്റീവ്ലി വി ക്യാൻ മെയിൻറ്റെയിൻ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നുള്ളത്. ക്ലിയർ ആയോ? ഹൗ മച്ച് വി ക്യാൻ ക്രിയേറ്റ് ആൻഡ് മേക്ക് സസ്റ്റെയിൻ ദീസ് റിലേഷൻഷിപ്പ് എന്നുള്ളത് ഒരു ഹെൽത്തി പേഴ്സൻ്റെ ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ലേറ്റർ പഠിക്കാം. സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓർക്കുക, ഈ പർപ്പസ്ഫുൾ, അതായത് നമ്മുടെ റിലേഷൻഷിപ്പുകൾ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇതെല്ലാം സോഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ചേർന്നാണ് നടക്കുന്നത്. ക്ലിയർ ആയോ? ആഡിക്കേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ് ഇൻ ദ ഇൻഡെക്സ് ഓഫ് സോഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സിറ്റുവേഷനിൽ ഹൗ ക്യാൻ വി എന്താ പറയണേ, റെസ്പോണ്ട് അല്ലെ, ഹൗ മസ്റ്റ് വി അല്ലെ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള സംഭവം, ഹൗ ഷാൽ വി റെസ്പോണ്ട് എന്നുള്ള ഒരു സംഭവമാണ് ആഡിക്വേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ സിറ്റുവേഷനിൽ നമുക്ക് വി ഹാവ് ഗോട്ട് സം എക്സ്പെക്റ്റഡ് നോംസ് അല്ലേ, നമ്മൾ നേരെ സൂചിപ്പിച്ചു, റൂൾസ് അല്ലെങ്കിൽ നോംസ് ഉണ്ട്. ഇന്നയാൾ ഇങ്ങനെ രീതിയിൽ വേണം പെരുമാറാൻ, ആ രീതിയിൽ പെരുമാറാനായിട്ടുള്ള നമ്മളുടെ ഇൻ്റലിജൻസ്, അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് ഹൗ മച്ച് വി യൂസ് അവർ ഇൻ്റലിജൻസ്, അതെല്ലാം സോഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അകത്താണ് വരുന്നത്. ക്ലിയർ ആയോ? ആഡിക്വേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ്, അതാണ് ഇസ് ദ ഇൻഡെക്സ് ഓഫ് സോഷ്യൽ ഇൻ്റലിജൻസ്. അതാണ് നമ്മളുടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ സോഷ്യൽ ഇൻ്റലിജൻസിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. നമ്മൾ ഡയറക്ട്ലി മൂവ് ഓൺ ടു ദ തിയറീസ്. അപ്പോൾ തിയറീസിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ദ തിയറി ഈസ് ദ മൊണാർക്കിക് തിയറി. മൊണാർക്കിക് തിയറി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയണം. അവിടെ ശരിക്കും പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഇൻ്റലിജൻസ് ഇസ് റിഗാർഡഡ് ആസ് അഡാപ്റ്റീവ് എബിലിറ്റി ദാറ്റ് എക്വിപ്പ് ഇൻഡിവിജ്വൽ ടു അഡ്ജസ്റ്റ് വിത്ത് ദ ഡൈനമിക് എൻവയോൺമെൻറ്റ്. believes in the inborn mental ability of an individual. Views that a person who can perform one intellectual task can simultaneously perform another task equally well. അപ്പോൾ ഇവിടെ പറയുന്നത് മൊണാർക്കിക് തിയറി പറയുന്നത് എത്രമാത്രം അല്ലെ ഒരു വ്യക്തിക്ക് അഡാപ്റ്റീവ് എബിലിറ്റി ഉണ്ടോ, അതാണ് നമ്മളുടെ എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അയാളെ സഹായിക്കുന്നത്. ആ അഡാപ്റ്റീവ് എബിലിറ്റി ആണ് ഇൻ്റലിജൻസ് എന്നാണ് മൊണാർക്കിക് തിയറി പറയുന്നത്. അപ്പോൾ അഡാപ്റ്റീവ് എബിലിറ്റി എന്നുള്ളത് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുക. എത്രമാത്രം നമുക്ക് സൊസൈറ്റിയിലെ ഡിമാൻഡ്സിനനുസരിച്ച് അല്ലെ സൊസൈറ്റിയുടെ നീഡ്സിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത്, അതാണ് ഇൻ്റലിജൻസ് എന്നാണ് മൊണാർക്കിക് തിയറി പറയുന്നത്. ദെൻ പറയുന്നു ഈ വ്യക്തികൾക്ക് ഇതെല്ലാം ഓരോ ട്രെയ്റ്റ്സ് ആണ്, ഇൻബോൺ ട്രെയ്റ്റ്സ് ആണ്. ഈ വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അയാളുടെ ജെനറ്റിക്സിൽ നിന്ന് കിട്ടും. നമ്മൾ ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ പറഞ്ഞിരുന്നു, നേച്ചറും നർച്ചറും ഉണ്ട് അല്ലേ. ജെനറ്റിക്സിൽ നിന്നും കിട്ടുന്നുണ്ട് ഒരാളുടെ ബിഹേവിയർ, അതോടൊപ്പം തന്നെ അയാളുടെ സോഷ്യൽ സർക്കംസ്റ്റൻസസ്, അയാൾ പഠിക്കുന്നുണ്ട്, ലേണിങ്ങും നടക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ മൊണാർക്കിക് തിയറി പറയുന്നു ഇൻബോൺ എബിലിറ്റിയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ പറയുന്നു ഒരു വ്യക്തി ഒരു ഇൻ്റലക്ച്വൽ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തിക്ക് അടുത്ത ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കും നല്ലപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് there will be no differences between the intelligent tasks. അതായത് നമുക്ക് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോമൺ ടൈമാണ്. ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുവാണെങ്കിൽ അയാൾക്ക് എല്ലാ സ്ഥലങ്ങളിലും പെരുമാറാൻ പറ്റും. അതായത് ഒരു ഫിസിക്കലി അയാൾ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ അയാൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾക്ക് ജനറൽ സർക്കംസ്റ്റൻസസിൽ അല്ലെങ്കിൽ സൊസൈറ്റൽ ഇൻറ്ററാക്ഷനിലെല്ലാം അയാൾ ഇൻ്റലിജൻ്റ് ആയിരിക്കും. ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവാണ്, അല്ല സ്പെസിഫിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നാണ് മൊണാർക്കിക് തിയറി ആർഗ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ന്യൂട്ടൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്.
ന്യൂട്ടൺ ശരിക്കും ഒരു പോയട്രി ആയിരുന്നു, അതിലായിരുന്നു ഇയാൾക്ക് താല്പര്യം. അങ്ങോട്ട് അയാളുടെ ഒരു എന്താ പറയുന്നത്, ഇൻ്റലിജൻസ് നല്ലപോലെ ഉണ്ട് ന്യൂട്ടൺ അല്ലേ, നമുക്കറിയാം. മാത്തമെറ്റിക്കൽ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് ന്യൂട്ടൺ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഈ തിയറി പ്രകാരം ഡോക്ടർ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നതാണ്, കോമൺ ആണ് ഇൻ്റലിജൻസ് അല്ലേ, സ്പെസിഫിക് ഇൻ്റലിജൻസ് ഇല്ല എന്നാണ് മൊണാർക്കിക് തിയറി പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്ടൺ ഇങ്ങനെയല്ല, ന്യൂട്ടൻ്റെ വഴി തിരിച്ച് നമ്മളുടെ ഇൻ്റലിജൻസിനെ വിടുകയായിരുന്നെങ്കിൽ ന്യൂട്ടൺ ഒരു നല്ല മ്യൂസിഷ്യൻ ആയിരുന്നേനെ എന്നാണ് ഡോക്ടർ ജോൺസൺ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മൊണാർക്കിക് തിയറി പറയുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇന്നേറ്റ് ആണ്, ഇറ്റ് ഈസ് ഇൻബോൺ, ഇറ്റ് ഈസ് ദ ബേസ് ഓഫ് ഇൻ്റലിജൻസ് ഈസ് ജെനറ്റിക്സ്, പ്യുവർലി ജെനറ്റിക്സ്, വേറെ ഒന്നുമില്ല. രണ്ടാമത്തെ, ഒരു സ്ഥലത്ത് ഇത് അഡാപ്റ്റബിലിറ്റി ആണ്. ശരിക്കും ഓരോ സിറ്റുവേഷനുകളിൽ എത്രമാത്രം ഇൻഡിവിജ്വൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ അഡാപ്റ്റബിലിറ്റിയാണ് ഇൻ്റലിജൻസ് എന്നാണ് മൊണാർക്കിക് തിയറി പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഇറ്റ് ഈസ് പ്യുവർലി ദ ബേസ് ഈസ് ജെനറ്റിക്സ്. ഇൻ്റലിജൻസിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ് ആണ്, ഇൻബോൺ ആണ് ഈ കാര്യം, മെൻ്റൽ എബിലിറ്റി. അതോടൊപ്പം തന്നെ ഒരു ഇൻ്റലക്ച്വൽ ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ജനറലാണ്, കോമൺ ആണ്, സ്പെസിഫിക് അല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തിയറി ഓഫ് ഇൻ്റലിജൻസിൽ ഒന്നാമത്തെ തിയറിയായ മൊണാർക്കിക് തിയറി പറയുന്നത്. ക്ലിയർ ആയല്ലോ മൊണാർക്കിക് തിയറി. ദെൻ ദ സെക്കൻഡ് തിയറി ഈസ് ടു ഫാക്ടർ തിയറി. വൺ ഫാക്ടർ യൂണിഫാക്ടർ തിയറി ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് അവിടെ കവർ ചെയ്ത് പോകണ്ട സിലബസിൽ, ബെറ്റർ ആയിരിക്കും നിങ്ങളൊന്ന് വായിച്ചു പോവുകയാണെങ്കിൽ കേട്ടോ. ഓക്കെ, വാട്ട് എവർ. രണ്ടാമത്തേത് ടു ഫാക്ടർ തിയറിയാണ്. ടു ഫാക്ടർ തിയറി പറയുന്നത് എന്താ പറയുന്നത്, സ്പിയർമാൻ്റെ തിയറിയാണ്, ചാൾസ് സ്പിയർമാൻ്റെ തിയറിയാണ്. അപ്പോൾ ചാൾസ് സ്പിയർമാൻ പറയുന്നത് ശരിക്കും രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, അത് ജനറലും ഉണ്ട്, സ്പെസിഫിക് ഫാക്ടേഴ്സും ഉണ്ട്. ജനറൽ ഫാക്ടറിന് ജി ഫാക്ടർ എന്ന് പറയുന്നു. ദെൻ സ്പെസിഫിക് ഫാക്ടറിന് സ്പെസിഫിക് എബിലിറ്റീസ് ആണ് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും, അതിനെ എസ് എന്നും ഉള്ള അക്ഷരത്തിൽ പറയുന്നു. ജി ഫാക്ടർ ഈസ് യൂണിവേഴ്സൽ ഇൻബോൺ എബിലിറ്റി, അതാണ് ജനറ്റിക്. അതായത് മൊണാർക്കിക് തിയറി പറയുന്ന സാധനം ഇതാണ്, ജി ഫാക്ടർ ആണ്. ഗ്രേറ്റർ ജി ഈസ് ആൻ ഇൻഡിവിജ്വൽ ലീഡ്സ് ടു ഗ്രേറ്റർ സക്സസ് ഇൻ ലൈഫ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻബോൺ ആണ്, ഇൻബോൺ ആയിട്ട് കിട്ടിയ ഇൻ്റലിജൻസ് ആണ്. അത് നല്ല ഇൻ്റലിജൻസ് കിട്ടിയ ആളാണെങ്കിൽ നല്ല സക്സസ് അവൻ്റെ ലൈഫിൽ, ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ എസ് ഫാക്ടർ ഈസ് അക്വയർഡ് ഫ്രം ദ എൻവയോൺമെൻറ്റ്, വാരീസ് ഫ്രം ദ ആക്ടിവിറ്റി ടു ആക്ടിവിറ്റി ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പോൾ ഇവിടെ മൊണാർക്കിക് തിയറിയിൽ നിന്ന് ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒന്ന് മാറി നിന്നിട്ട് പറയുന്ന, അല്ലെ അതിനെ എതിർത്തിട്ട് പറയുന്ന സംഭവം ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതോടൊപ്പം തന്നെ സ്പെസിഫിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. സ്പെസിഫിക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ്റെ അനുസരിച്ചിട്ട് സ്പെസിഫിക് ഇൻ്റലിജൻസ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ജനറ്റിക്കൽ അല്ല, ഇറ്റ് ലേൺ ഫ്രം ദ എൻവയോൺമെൻറ്റ് എന്നാണ് ശരിക്കും സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറി പറയുന്നത്. ഓക്കെ, മൊണാർക്കിക് തിയറിയിൽ പറയുന്ന ഒരൊറ്റ ഇൻ്റലിജൻസേ ഉള്ളൂ, ജനറൽ ഇൻ്റലിജൻസ് ആണ്, അത് ഇൻബോൺ ആണ്. ഓക്കെ, ഒരു സ്ഥലത്ത് പഠിച്ച് അതുപോലെ തന്നെ വേറെ തരത്തിലും ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അഡാപ്റ്റീവ് എബിലിറ്റി ആണെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇൻ്റലിജൻസിനെ പറയുന്നത്. ഇവിടെ സ്പിയർമാൻ പറയുന്നത് ഓക്കെ ഫൈൻ, അതൊക്കെ ശരിയാണ്, ജനറൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ടല്ല, ജനറൽ ഫാക്ടറിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു സ്പെസിഫിക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ ഫാക്ടറാണ്, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഫാക്ടറാണ്. ക്ലിയർ ആയോ? അപ്പോൾ ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ ഇൻ്റലിജൻസ് ആണ്, അത് എല്ലാം എന്താ പറയുക ഇൻബോൺ ആണ്. സ്പെസിഫിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്, അത് സിറ്റുവേഷനിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട്, അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട് വ്യക്തികളെ പഠിപ്പിക്കുന്നത്. അതാണ് ടു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ആൻഡ് സ്പെസിഫിക് എന്നാണ് ടു ഫാക്ടർ തിയറി എന്ന് മനസ്സിലിരിക്കുക. തിയറീസ് ഓഫ് ഇൻ്റലിജൻസിൽ രണ്ടാമത്തെ തിയറി. ദെൻ ദ തേർഡ് തിയറി ഈസ് തോണ്ടിക്കിൻ്റെയാണ്, എഡ്വേർഡ് ലീ തോണ്ടിക്കിൻ്റെ തിയറിയാണ്, മൾട്ടി ഫാക്ടർ തിയറി. അവിടെ ജനറൽ സ്പെസിഫിക് എന്നുള്ള ടു ഫാക്ടർ അല്ല, അല്ലാതെ മൾട്ടി ഫാക്ടറുകൾ ഉണ്ടെന്നാണ് തോണ്ടിക് പറയുന്നത്. തോണ്ടിക് ബിലീവ്ഡ് ദാറ്റ് ദർ വാസ് നത്തിങ് ലൈക്ക് ജനറൽ എബിലിറ്റി. Each mental activity requires an aggregate of different set of abilities. He distinguished the following 4 attributes of intelligence. Okay, fine. Level, range, area, speed, അങ്ങനെ 4 ഫാക്ടേഴ്സ് ആണ്. ജനറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ജനറൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഇൻബോൺ ആയിട്ട് വരുമ്പോൾ അവന് പ്രത്യേകിച്ച് ട്രേറ്റ്സുകളോ അങ്ങനെയുള്ള സംഭവങ്ങളല്ല ഇൻ്റലിജൻസ്, മറിച്ച് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഈച്ച് മെൻ്റൽ ആക്ടിവിറ്റി റിക്വയർസ് ആൻ അഗ്രഗേറ്റ് ഓഫ് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് എബിലിറ്റീസ്. പലതരത്തിലുള്ള എബിലിറ്റീസ് ഓരോ മെൻ്റൽ ആക്ടിവിറ്റിക്കും വേണം. ഇതിനെല്ലാം കൂടി ഒരുമിച്ച് ചേർത്താണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ആട്രിബ്യൂട്ട്സ് ഓഫ് ഇൻ്റലിജൻസ് വന്നു. ഒന്ന് ലെവൽ. ലെവൽ റെഫേഴ്സ് ടു ദ ലെവൽ ഓഫ്
ഡിഫിക്കൽട്ടി ഓഫ് എ ടാസ്ക് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ്. എത്രമാത്രം, അതായത് നമുക്ക് ഓരോ സിറ്റുവേഷണൽ ഡിമാൻഡ്സിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് ഇൻ്റലിജൻസ് പ്രയോഗിക്കേണ്ടി വരുന്നത്. ഒരു ടാസ്കിൻ്റെ ബുദ്ധിമുട്ട് എന്തേരെയാണോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി എന്തേരെയാണോ അതിനനുസരിച്ചിട്ട് ഇൻറ്റൻസീവ് ആണോ അല്ലെ മൈൽഡ് ആണോ മോഡറേറ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടി ആണോ അതിനനുസരിച്ച് ഇൻ്റലിജൻസിൻ്റെ ലെവലിൽ ഹൗ മച്ച് വി നീഡ് ടു അപ്ലൈ ദ ഇൻ്റലിജൻസ് എന്നുള്ളതിൻ്റെ അകത്തും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം ഇൻ്റലിജൻസിന് ഒരു ലെവലുണ്ട്, ലെവൽ ഓഫ് ഇൻ്റലിജൻസ് എന്നുള്ളത്. ദെൻ റേഞ്ച് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ടാസ്ക് അറ്റ് എ ഗിവൺ ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി. അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എത്രമാത്രം നമുക്ക് ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ശരിക്കും റേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെവലുണ്ട് ഇൻ്റലിജൻസിന്, റേഞ്ചും ഉണ്ട്, ഹൗ മച്ച് വി ക്യാൻ റിസോൾവ്. ഓക്കെ, ഇപ്പോൾ ഒരു റൂബിക്സ് ക്യൂബാണ്, ഒറ്റ റൂബിക്സ് ക്യൂബ് ഒരുമിച്ച് എന്നിട്ട് റിസോൾവ് ചെയ്യുന്നതാണ് അയാളുടെ ലെവലെങ്കിൽ സിംഗിൾ ഇതിൽ എന്താ പറയുന്നത് ലെവലാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3-4 റൂബിക്സ് ക്യൂബ് ഒരുമിച്ച് നിന്നിട്ട് റിസോൾവ് ചെയ്യുന്ന ആളുകളുണ്ട്, 2-3 ആളുകളുടെ ഒരേ സമയം ചെസ്സ് കളിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം റേഞ്ചിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലെവൽ, റേഞ്ച് നമ്മൾ പറഞ്ഞു. ദെൻ ഏരിയ മീൻസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സിറ്റുവേഷൻസ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് ടു വിച്ച് ദ ഇൻഡിവിജ്വൽ ഈസ് ഏബിൾ ടു റെസ്പോണ്ട്. അതായത് പല ഏരിയാസ് ഉണ്ട്. എന്താ പറയണേ, മാത്തമാറ്റിക്കൽ എബിലിറ്റിയിൽ ഒരു ഇൻ്റലിജൻസ് ഉള്ള വ്യക്തിയുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇൻ്റലിജൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഏരിയാസ് ഉണ്ട്. ഏരിയാസ് അനുസരിച്ചിട്ട് ഇൻ്റലിജൻസിൽ ഡിഫറൻസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ദെൻ സ്പീഡ് ഈസ് ദ റാപ്പിഡിറ്റി ഇത് വിച്ച് വി ക്യാൻ റെസ്പോണ്ട് ടു ദ ഐറ്റംസ്. അതായത് ഇൻ്റലിജൻസിൻ്റെ സ്പീഡ്, എന്താ പറയുന്നത്, എത്ര എഫക്റ്റീവ്ലി എത്ര പെട്ടെന്ന് ജിഫി നമുക്ക് എന്തേരം നമുക്ക് ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലെവൽ, റേഞ്ച്, ഏരിയ, സ്പീഡ്, ഇത്രയും സംഭവങ്ങൾ ഓർത്തിരിക്കുക തോണ്ടിക്കിൻ്റെ മൾട്ടി ഫാക്ടർ തിയറിയിൽ പറയുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ അകത്ത് 2 ഫാക്ടർ അല്ല, ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല, മറിച്ച് മൾട്ടി ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലെവൽ, റേഞ്ച്, ഏരിയ, സ്പീഡ് എന്നിവയാണെന്നാണ് തോണ്ടിക്ക് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ അടുത്തത് തേഴ്സ്റ്റൻ്റെ ഒരു തിയറിയാണ്, നമ്മളിവിടെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ശരിക്കും തോണ്ടിക്കിൻ്റെ തിയറിയുടെ ഒരു എക്സ്പ്ലനേഷനോ അല്ലെ ഒരു ഫർദർ ഒരു ക്ലാരിഫിക്കേഷനോ അല്ലെ ഒരു എലാബറേഷൻ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് തോന്നാം. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുറേയേറെ മെൻ്റൽ ഓപ്പറേഷൻസ് ഉണ്ട് വിത്ത് സൈക്കോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റി ആൻഡ് ദ ഡിഫറൻഷിയേറ്റ് ഫ്രം അതർ മെൻ്റൽ ഓപ്പറേഷൻ. അപ്പോൾ പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫാക്ടർ അല്ല, മറിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് മെൻ്റൽ ഓപ്പറേഷൻസ് ഓൾ ടുഗദർ ചേർന്നിട്ടാണ് അതിന് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് തേഴ്സ്റ്റൺ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസിനെ ഓൾ ടുഗദർ ചെയ്ത് കമ്പൈൻ ചെയ്ത് അതിനെ ഉപയോഗിക്കുമ്പോഴാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് തേഴ്സ്റ്റൺ പറയുന്നത്. ദർ ആർ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് മെൻ്റൽ എബിലിറ്റീസ് each of which has its own primary factor giving the group a functional unity and cohesiveness. അപ്പോൾ ഓരോ മെൻ്റൽ ആക്ടിവിറ്റിക്കും, അതായത് ഓരോ ഗ്രൂപ്പ് ഓഫ് മെൻ്റൽ ആക്ടിവിറ്റികൾക്കും ഒരു പ്രൈമറി ഫാക്ടർ ഉണ്ടാവും, അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു കീ ഫാക്ടർ ഉണ്ടാവും. അതിനോട് ചേർന്നിട്ടുള്ള മറ്റ് ഫാക്ടേഴ്സ്, സബ് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു മാത്തമാറ്റിക്കൽ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേജർ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേജർ ഫാക്ടർ, പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഓർക്കുന്ന പല ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതിനെ റിസോൾവ് ചെയ്യാം. അതൊരു സബ് ഫാക്ടറാണ്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ട്രയൽ ആൻഡ് എറർ വഴി റിസോൾവ് ചെയ്യാം, വേറൊരു സബ് ഫാക്ടറാണ്. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതാണ് തേഴ്സ്റ്റൺ പറയുന്നത്. ക്ലിയർ ആയാലും ഒരു പ്രൈമറി ഫാക്ടർ ഉണ്ട്, അതോടൊപ്പം തന്നെ പല സബ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഒരു ഫുള്ളി ആയിട്ട് ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ വരുമ്പോഴാണ് ഇൻ്റലിജൻസ് എന്നാണ് തേഴ്സ്റ്റൺ പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ അപ്പോൾ ഈ ഇങ്ങനെ പ്രൈമറി ഫാക്ടേഴ്സ് പലതുണ്ടെന്ന് ഞാൻ പറഞ്ഞു, മനസ്സിലായി? പ്രൈമറി ഫാക്ടേഴ്സ് പലതുണ്ട്. ഈ പ്രൈമറി ഫാക്ടേഴ്സ് ഒന്നിനൊന്ന് ഡിഫറൻഷിയേറ്റഡ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ സബ് ഫാക്ടേഴ്സ് ഉണ്ട്, ഇതെല്ലാം കൂടി കണക്റ്റഡ് ആണെങ്കിലും പ്രൈമറി ഫാക്ടേഴ്സ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഇത്തിരി കൂടി ക്ലിയർ ആക്കി നമുക്ക് പോകാം. അതെന്താണെന്ന് അടുത്ത എക്സ്പ്ലനേഷൻ പറയുമ്പോൾ. പ്രൈമറി ഫാക്ടേഴ്സിനെ തേഴ്സ്റ്റൺ പറഞ്ഞിട്ടുണ്ട്. ഫോളോയിങ് 6 പ്രൈമറി ഫാക്ടേഴ്സ്, 6 പ്രൈമറി ഫാക്ടേഴ്സ് ഉണ്ട്. നമ്പർ ഫാക്ടർ, ദ എബിലിറ്റി ടു ന്യൂമറിക്കൽ കാൽക്കുലേഷൻ റാപ്പിഡ്ലി ആൻഡ് ആക്യുറേറ്റ്ലി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദ വെർബൽ ഫാക്ടർ ഫൗണ്ട് ഇൻ ടെസ്റ്റ് ഇൻവോൾവിങ് വെർബൽ കോംപ്രിഹെൻഷൻ, രണ്ടാമത്തെ ഫാക്ടറാണ്. ഇപ്പോൾ ഇത് തമ്മിൽ, ഈ പ്രൈമറി ഫാക്ടറുകൾ തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? പക്ഷേ ഇതിൻ്റെ അകത്ത് സബ് ഫാക്ടേഴ്സ് ഉണ്ട്, അത് തമ്മിൽ റിലേറ്റഡ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ദെൻ ദ സ്പീഡ് ഫാക്ടർ ഇൻവോൾവ്ഡ് ഇൻ എനി ടാസ്ക് ഇൻ വിത്ത് ദ സബ്ജക്ട് മാനിപ്പുലേറ്റ്സ് ദ ഇമാജിനറി ഒബ്ജക്റ്റ് ഇൻ സ്പേസ്. ഓക്കെ, ക്ലിയർ ആക്കുക.
സ്പീഡ് ഫാക്ടർ അല്ല, സ്പേസ് ഫാക്ടർ ആണ്. ഇൻവോൾവ് ഇൻ എനി ടാസ്ക് ഇൻ വിച്ച് ദ സബ്ജക്റ്റ് മാനിപ്പുലേറ്റ്സ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളുടെ സ്പേഷ്യൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങളുടെ ബുക്കിൽ കിടക്കുന്നത്. എന്താണ് സ്പേസ് ഫാക്ടർ എന്ന് പറയുന്നത്? ഇൻവോൾവ് ഇൻ എനി ടാസ്ക് ഇൻ വിത്ത് ദ സബ്ജക്റ്റ് മാനിപ്പുലേറ്റ്സ് എ ഇമാജിനറി ഒബ്ജക്റ്റ് ഇൻ സ്പേസ്. നമുക്കിപ്പോൾ ഡെപ്ത് പെർസെപ്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഡെപ്ത് പെർസെപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ 3D ഇഫക്റ്റിൽ സംഭവങ്ങൾ കാണുന്നില്ലേ? അതായത് രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഒരു ഇമാജിനറി സ്പേസ് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ നമ്മളുടെ ബ്രെയിനിനെ പഠിപ്പിക്കുന്നതാണ് ശരിക്കും സ്പേസ് ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സ്പേഷ്യൽ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാം. മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന സ്പേസ് ആണ് അതല്ലേ? ശരിക്കും ഈ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ സ്പേസ് ഇല്ലായിരിക്കും, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സ്പേസ് ഉണ്ടെന്ന്. അപ്പോൾ 3D അല്ലെങ്കിൽ 4D ഒക്കെ അതാണ്. 3 ഡയമെൻഷണൽ പിക്ചേഴ്സ് ഇല്ലേ, അവിടെ നമുക്ക് കൃത്യമായിട്ട് അവിടെ സ്പേസ് നമുക്ക് ഡെപ്ത് പെർസെപ്ഷൻ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ സ്പേസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻ്റലിജൻസ് ആണ് ശരിക്കും സ്പേസ് ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ മെമ്മറി, ഇൻവോൾവിങ് എബിൾ ടു മെമ്മറൈസ് ക്വിക്ക്ലി, എത്രമാത്രം പെട്ടെന്ന് നമുക്ക് ഓർമ്മിത്തിരിക്കുന്നു. ദെൻ വേർഡ് ഫ്ലുവൻസി ഫാക്ടർ, involved whenever the subject is asked to think of isolated words at a rapid rate. നമുക്ക് ഓരോ ടെസ്റ്റുകളാണ് അതെല്ലാം. എന്താ പറയുന്നത്, നമുക്ക് ഈ ഓർമ്മ പരിശോധനകളൊക്കെ നമ്മൾ പറയുകയല്ലേ, കുറേ വേർഡുകൾ എടുത്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു സമയം കഴിഞ്ഞിട്ട് തിരിച്ച് പറയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഈ വേർഡിനെയാണ് വേർഡ് ഫ്ലുവൻസി ഫാക്ടർ കൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആയി? നമുക്ക് ആ വേർഡിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് തിരിച്ച് പറയാൻ പറ്റുന്നത്. ദെൻ റീസണിങ് ഫാക്ടർ, ഫൗണ്ട് ഇൻ ടാസ്ക് ദാറ്റ് റിക്വയർ എ സബ്ജക്ട് ടു ഡിസ്കവർ ദ റൂൾ ഓഫ് പ്രിൻസിപ്പിൾ ഇൻ എ സീരീസ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, നമുക്കറിയാം റീസണിങ് ഫാക്ടർ എന്നാണെന്ന്. ശരിക്കും എന്താ പറയുന്നത്, റീസണിങ് ഫാക്ടറിൽ ഹൗ മച്ച് വി അസോസിയേറ്റഡ് വിത്ത് ദ ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ റീസണിങ് എബിലിറ്റി വർക്ക് ചെയ്യുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നതും. ഓക്കെ, based on these factors, Thurston constructed a new test of intelligence known as test of primary mental abilities. Okay, അത് PMA, primary mental abilities എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് പുള്ളി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് തേഴ്സ്റ്റോൺ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓരോ വ്യക്തിയുടെ നമ്പർ ഫാക്ടർ, വെർബൽ ഫാക്ടർ, സ്പേസ് ഫാക്ടർ, മെമ്മറി ഫാക്ടർ, വേർഡ് ഫ്ലുവൻസി ഫാക്ടർ, ദെൻ റീസണിങ് ഫാക്ടർ, ഇങ്ങനെ പല സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ബേസിലാണ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസ് എന്താ പറയണേ, തേഴ്സ്റ്റോണിൻ്റെ ടെസ്റ്റ് വന്ന ഇൻ്റലിജൻസ്, ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് തേഴ്സ്റ്റോൺ ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നു. ക്ലിയർ ആയോ? ദെൻ അടുത്തത് ഗാർനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നാണ്. ഹോവാർഡ് ഗാർണറുടെ ആണ് തിയറി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. 1983 ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ബുക്കാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ബുക്ക് ഓർമ്മയിലുണ്ടോ? ഓക്കെ ഫൈൻ. അതിലാണ് ഹൊവാർഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് പറഞ്ഞതല്ലേ മുന്നോട്ട് കൊണ്ടുവന്നത്. പുട്ട് ഫോർ ദ ന്യൂ ആൻഡ് ഡിഫറെൻറ്റ് വ്യൂ ഓഫ് ഹ്യൂമൻ ഇൻ്റലക്ച്വൽ കമ്പണൻസ്. അവിടെ പറയുന്നു, ഹി ആർഗ്യൂസ് ദാറ്റ് വി ഓൾ ബോൺ വിത്ത് ദ പൊട്ടൻഷ്യൽ ടു ഡെവലപ്പ് എ മൾട്ടിപ്ലിസിറ്റി ഓഫ് ഇൻ്റലിജൻസ്, most of which have been overlooked in our testing society and all of which can be drawn upon to make us competent individuals. Okay, the potential for musical accomplishment, bodily mastery and spatial reasoning and the capacity to understand ourselves as well as others are the multiple forms of intelligence that we must add to the conventional and typical tested logical and linguistic skills along skill long called IQ. The multiple intelligence theory is that people possesses 8 types of intelligence: linguistic, logical, spatial, musical, motor ability, interpersonal, intrapersonal and naturalistic intelligence. ഇങ്ങനെ 8 ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് ഗാർണർ പറയുന്നത്. അപ്പോൾ ഗാർണർ പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് ഇങ്ങനെയുള്ള ഓരോ ടൈപ്പ് ഇൻ്റലിജൻസും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആയിട്ടാണ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ആ എബിലിറ്റി ആയിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് അയാളുടെ ഇൻ്റലിജൻസിൽ വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ ഇൻ്റലിജൻസ്. പക്ഷേ നമ്മളുടെ ടെസ്റ്റിംഗ് ഇപ്പോഴും നിലവിലുള്ള ടെസ്റ്റിങ്ങുകൾക്ക് അല്ലെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെസ്റ്റുകൾക്ക് ഇതിനെ പൂർണ്ണമായിട്ടും അസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ലിംഗ്വിസ്റ്റിക്കൽ, ലോജിക്കൽ, സ്പേഷ്യൽ, മ്യൂസിക്കൽ, മോട്ടോർ എബിലിറ്റി അങ്ങനെ ഓരോന്നിനെയും ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചത് തേഴ്സ്റ്റോൺ തന്നെയാണെങ്കിലും ഈ ഒരു 6 ഏരിയയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ലിംഗ്വിസ്റ്റിക് ഉണ്ട്, ലോജിക് ഇൻ്റലിജൻസ് ഉണ്ട്, സ്പേഷ്യൽ, മ്യൂസിക്കൽ, മോട്ടോർ എബിലിറ്റി, ഇൻ്റർപേഴ്സണൽ, അങ്ങനെ ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക്, അങ്ങനെ പലതരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ട്. ഇതിനെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ വേണം വരാനായിട്ട്. അപ്പോൾ ഇത്രയും എന്താ പറയുക ഫാക്ടേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ആണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ തേഴ്സ്റ്റൻ്റെ തിയറി നമ്മൾ പറഞ്ഞായിരുന്നു. ആ തിയറിയിൽ 6 ഫാക്ടേഴ്സാണ് പറഞ്ഞെങ്കിൽ അഡീഷണൽ ആയിട്ട് ഈ കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ഗാർണറുടെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പറയുന്നത്. ഫർദർ റീഡിങ്സ് ഈസ് എസെൻഷ്യൽ കേട്ടോ. നിങ്ങൾ നോക്കണം, ഇതിൻ്റെ അകത്തൊന്ന് റെഫർ ചെയ്ത് പോവുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയുക കേട്ടോ.
ഓക്കെ, ദെൻ തിയറീസ് ഓഫ് ഇൻ്റലിജൻസിൽ അതാണ്. ശരിക്കും ഇനി അടുത്ത ഒരു പാർട്ടിലേക്ക് പോകുന്നത് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്നുള്ളതാണ്. ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് IQ. എന്താണ് IQ? IQ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ മെൻ്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ്. നമ്മൾ പറയുകയാണെങ്കിൽ, കൃത്യം പറയുകയാണെങ്കിൽ IQ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഏജ് ഡിവൈഡഡ് ബൈ ഫിസിക്കൽ ഏജ് ഇൻറ്റു 100. അങ്ങനെയാണ്. ശരിക്കും 1916 സ്റ്റാൻഫോർഡ് ബിനെറ്റ് ആണ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് വരുന്ന IQ. അപ്പോൾ അവിടെ IQ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻ്റലിജൻസിന് ഒരു കോഷ്യൻ്റ് കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സ്കോർ കൊടുത്തിട്ട് ആ ഇൻ്റലിജൻസിൻ്റെ നമ്മളുടെ സ്കോർ എങ്ങനെയാണ് എന്നറിയുന്നത്. അതാണ് ശരിക്കും ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ പൊട്ടൻഷ്യൽ ഓഫ് ഇൻ്റലിജൻസ് എത്രമാത്രം ഉണ്ട് അതിനൊരു സ്കോർ കൊടുക്കുന്നു. നമ്മളതിനെ ക്വാണ്ടിഫൈ ചെയ്യുകയാണ് ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1916 സ്റ്റാൻഫോർഡ് ബിനെറ്റ് ആണ് വരുന്നത്. IQ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ മെൻ്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ്, വിച്ച് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓർത്തിരിക്കുക, IQ ഈസ് ഈക്വൽ ടു മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ഫിസിക്കൽ ഏജ് ഇൻറ്റു 100, അല്ലെ ക്രോണോളജിക്കൽ ഏജും എന്ന് പറയും കേട്ടോ, ഫിസിക്കൽ ഏജിന് പകരം. No matter what the child's chronological age, if the mental age is the same as the chronological age, then the IQ would equal 100. ഓക്കെ, വാട്ടെവർ. അത് ഇവിടെ ശരിക്കും പറയാം, നിങ്ങൾ ഓർത്തിരിക്കേണ്ട സംഭവം IQ എന്ന് പറഞ്ഞാൽ മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ഫിസിക്കൽ ഓർ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 എന്നുള്ള സംഭവം മനസ്സിൽ ഓർത്തിരിക്കാം. അപ്പോൾ ശരിക്കും ക്രോണോളജിക്കൽ ഏജും മെൻ്റൽ ഏജും സെയിം ആണെങ്കിൽ IQ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 വരുന്നത് 1:1, 1/1 അല്ലേ വരുള്ളൂ, ഇൻറ്റു 100, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ IQ റേഞ്ചിനനുസരിച്ച് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും ഇൻ്റലിജൻസ് കോഷ്യൻറ്റിനെ, IQനെ എന്താ പറയുന്നത്, ഓരോ ക്വാണ്ടിഫൈ ചെയ്തിട്ടുണ്ട്. IQ റേഞ്ചിനനുസരിച്ച് ഓരോ ലേബൽ കൊടുത്തിട്ടുണ്ട്. 180 ആൻഡ് അപ്പ് ആണെങ്കിൽ പ്രൊഫൗണ്ട്ലി ഗിഫ്റ്റഡ് എന്നുള്ള, ഗിഫ്റ്റഡ് ചൈൽഡ് നമ്മളുടെ എന്താ പറയുന്നത്, അതൊക്കെ പ്രൊഫൗണ്ട്ലി ഗിഫ്റ്റഡ് എന്നുള്ളതാണ്. 160 to 179 ആണ് നമ്മുടെ സ്കോറെങ്കിൽ എക്സെപ്ഷണലി ഗിഫ്റ്റഡ് എന്നുള്ളതിൽ തുടങ്ങി 1 to 24 ആണെങ്കിൽ പ്രൊഫൗണ്ട് മെൻ്റൽ ഡിസബിലിറ്റി, മെൻ്റൽ റിട്ടാർഡഡ് എന്ന് പറയും. നമ്മൾ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ട്, MR എന്ന് നമ്മൾ പറയും, സ്പെഷ്യൽ സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾ. അവിടെ ശരിക്കും പറഞ്ഞാൽ MR മെൻ്റൽ റിട്ടാർഡേഷനെ ശരിക്കും അറിയുന്നത് IQ സ്കോറിനനുസരിച്ചാണ്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് മെൻ്റൽ റിട്ടാർഡേഷൻ എന്നുള്ള രീതിയിൽ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് IQൻ്റെ റേഞ്ച് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളുടെ സെഷനിലുള്ളത്. ഫർദർ റീഡിങ് അത്യാവശ്യമാണ്. നിങ്ങൾ ഇത് കേൾക്കുക മാത്രമല്ല, കൂടുതൽ വായിക്കുക, അതോടൊപ്പം തന്നെ കൂടുതൽ സെർച്ച് ചെയ്യാം, കേട്ടല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അതുവരേക്ക് ബൈ.